2027-5-24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഓർമ്മയിൽ ഇരുന്ന് ഭക്ഷണം തയ്യാറാക്കൂ. അപ്പോൾ കഴിക്കുന്നവരുടെ ഹൃദയം ശുദ്ധമാകും. ബ്രാഹ്മണരായ നിങ്ങളുടെ ഭോജനം വളരെയധികം ശുദ്ധമായിരിക്കണം. ചോദ്യം: സത്യയുഗത്തിൽ നിങ്ങളുടെ വാതിൽക്കൽ ഒരിക്കലും കാലൻ വരുന്നില്ല, എന്തുകൊണ്ട്? ഉത്തരം: കാരണം സംഗമത്തിൽ കുട്ടികളായി നിങ്ങൾ ബാബയിലൂടെ ജീവിച്ചിരിക്കെ മരിക്കുവാൻ പഠിച്ചു. ആരാണോ ഇപ്പോൾ ജീവിച്ചിരിക്കെ മരിക്കുന്നത്, അവരുടെ വാതിൽക്കൽ ഒരിക്കലും കാലന് വരാൻ സാധിക്കില്ല. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് മരിക്കാൻ പഠിക്കുന്നതിന് വേണ്ടിയാണ്. സത്യയുഗം അമരലോകമാണ്. അവിടെ കാലൻ ആരെയും പിടികൂടുന്നില്ല. രാവണരാജ്യം മൃത്യുലോകമാണ്. അതിനാൽ ഇവിടെ എല്ലാവരുടെയും അകാല മൃത്യു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഓം ശാന്തി. മധുരമായ കുട്ടികൾ, എക്സിബിഷൻ കണ്ടിട്ട് വരുമ്പോൾ ബുദ്ധിയിൽ അത് തന്നെ ഓർമ്മയുണ്ടായിരിക്കണം. നമ്മൾ എങ്ങനെയാണ് ശൂദ്രനായിരുന്നത്, ഇപ്പോൾ ബ്രാഹ്മണരായിരിക്കുന്നു. പിന്നെ ദേവതയായ സൂര്യവംശിയും ചന്ദ്രവംശിയുമാകും. ഈ സംഗമയുഗി മോഡൽ എക്സിബിഷനിൽ വയ്ക്കണം. കലിയുഗത്തിൻ്റെയും സത്യയുഗത്തിൻ്റെയും മധ്യത്തിലാണ് ഇപ്പോഴുള്ള ഈ സംഗമയുഗം. അപ്പോൾ സംഗമയുഗി മോഡൽ മധ്യത്തിൽ ഉണ്ടായിരിക്കണം. അതിൽ 15-20 വെള്ള വസ്ത്രധാരികളെ തപസ്യയിൽ ഇരുത്തണം. സൂര്യവംശിയെ കാണിക്കുന്നത് പോലെ ചന്ദ്രവംശിയെയും കാണിക്കേണ്ടി വരും. ഇവർ തപസ്യ ചെയ്ത് ഇങ്ങനെയാകുന്നു എന്ന് മനുഷ്യർ മനസ്സിലാക്കുന്ന വിധം ഉണ്ടാക്കണം. ഏതുപോലെ നിങ്ങളുടെ തുടക്കത്തിലെ ചിത്രമുണ്ട്. സാധാരണ തപസ്യയുടെയും ഭാവിയിലെ രാജപദത്തിൻ്റെയും അതേപോലെ ഇതും ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും, ഇവർ അതാകുന്നു. കാണിച്ചു കൊടുക്കുന്നതും ആക്യുറേറ്റ് ആണ്. നമ്മൾ കുമാരിമാർ രാജയോഗം പഠിച്ച് ഇതാകുന്നു. അപ്പോൾ സംഗമയുഗവും തീർച്ചയായും കാണിക്കേണ്ടി വരും. കുട്ടികളായി നിങ്ങൾ കണ്ട ശേഷം വരുന്നു. അപ്പോൾ മുഴുവൻ ദിവസവും ആ നോളജ് ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ തന്നെയാണ് ജ്ഞാനസാഗരൻ്റെ കുട്ടികളായ നിങ്ങൾ മാസ്റ്റർ ജ്ഞാനസാഗരം എന്ന് വിളിക്കപ്പെടുകയുള്ളൂ. അഥവാ ജ്ഞാനമേ ബുദ്ധിയിൽ ഉണ്ടായിരിക്കുകയില്ലെങ്കിൽ ജ്ഞാനസാഗരം എന്ന് പറയുകയില്ല. മുഴുവൻ ദിവസവും ബുദ്ധി ഇതിൽ തന്നെ മുഴുകിയിരിക്കട്ടെ. അപ്പോൾ പിന്നെ ബന്ധനങ്ങളും മുറിഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ഇപ്പോൾ ബ്രാഹ്മണരാണ്, പിന്നീട് ദേവതയാകുന്നു. അഥവാ നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യുകയില്ലെങ്കിൽ ക്ഷത്രിയ കുലത്തിലേക്ക് പോകും. വൈകുണ്ഠം കാണുവാൻ പോലും സാധിക്കില്ല. മുഖ്യമായത് തന്നെ വൈകുണ്ഠമാണ്. വണ്ടർ ഓഫ് വേൾഡ് എന്ന് സത്യയുഗത്തെയാണ് പറയുന്നത്. അതിനാൽ പുരുഷാർത്ഥം ചെയ്യണം. നിങ്ങളുടെ 2 ചിത്രങ്ങളും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ആ വർണ്ണാഭമായ ഡ്രസ്സും ആഭരണങ്ങളും കൊണ്ട് അലങ്കൃതമായതും ആ തപസ്യയുടേതും. അപ്പോൾ അവർ മനസ്സിലാക്കും, ഇവർ സൂക്ഷ്മവതനത്തിൽ ഇരിക്കുകയാണ്. ഡ്രസ് മാറ്റാൻ സാധിക്കും, ഫീച്ചേഴ്സ് മാറ്റാൻ സാധിക്കില്ല. മറ്റേതാണ് അപവിത്ര പ്രവൃത്തി മാർഗം, അത് പവിത്ര പ്രവൃത്തി മാർഗമാണ്. അതിലൂടെ മനസ്സിലാക്കും, ഇത് സ്ഥാപിതമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ തന്നെ പിന്നെ അതാകുന്നു. ആര് പ്രയത്നിക്കുമോ അവർ നേടും. ബ്രാഹ്മണരാകുന്നവർ വളരെയധികമുണ്ടല്ലോ. ഈ സമയത്ത് നിങ്ങൾ കുറച്ചുപേരേ ഉള്ളൂ. ദിനം പ്രതിദിനം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കും. മുഴുവൻ സൃഷ്ടിചക്രവും എങ്ങനെ തിരിയുന്നു? ബുദ്ധിയിൽ ഇതുണ്ട്. നമ്മൾ തപസ്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. വീണ്ടും ഇതാകും. ഇതിനെ തന്നെയാണ് സ്വദർശന ചക്രധാരിയായിരിക്കുക എന്ന് പറയുന്നത്. കാരണം ബുദ്ധിയിൽ മുഴുവൻ നോളജുമുണ്ട്. നമ്മൾ എന്തായിരുന്നു, ഇപ്പോൾ വീണ്ടും എന്താകുന്നു? സ്റ്റുഡൻറ് ടീച്ചറിനെ തീർച്ചയായും ഓർമ്മിക്കും. നിങ്ങൾക്കും ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. ഓർമ്മയുടെ യാത്രയിലൂടെ തന്നെയാണ് പാപം ഇല്ലാതാകുന്നത്. ആത്മാവ് പവിത്രമാകുന്നു. പിന്നെ ശരീരവും പവിത്രമായത് ലഭിക്കുന്നു.
ആര് ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനാകുന്നുവോ അവർ തന്നെ പിന്നെ ദേവതയാകുന്നു. അതിൻ്റെ എത്ര വലിയ മോഡലുണ്ടോ അത്രയും നല്ലത്. കാരണം എഴുതുകയും ചെയ്യേണ്ടി വരുന്നു. സംഗമയുഗേ പുരുഷോത്തമർ ആകുന്ന ബ്രാഹ്മണർ. ഇപ്പോൾ നിങ്ങളെ ബാബ ഇരുന്ന് പഠിപ്പിക്കുന്നു. മുകളിൽ ശിവ ബാബയുടെയും ചിത്രമുണ്ട്. ആ ഒന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ഇതാകുന്നു. ഈ ബ്രഹ്മാവും നിങ്ങളോടൊപ്പമുണ്ട്. അതും വെള്ള വസ്ത്രധാരിയായ സ്റ്റുഡൻ്റാണ്. മനുഷ്യർ രാമരാജ്യത്തെ മാനിക്കുന്നില്ല. രാജാവും രാമൻ, പ്രജയും രാമൻ എന്ന മഹിമയുമുണ്ട്. സത്യുഗം ധർമ്മത്തിൻ്റെ രാജ്യം തന്നെയാണ്. പിന്നെ ത്രേതായിൽ ക്ഷത്രിയരുടെ ഗ്ലാനി ചെയ്തിരിക്കുന്നു. സൂര്യവംശിയുടെ ഗ്ലാനി ചെയ്തിട്ടില്ല. അപ്പോൾ ഇതും എഴുതേണ്ടി വരും. രാജാവ് രാമൻ, പ്രജയും രാമൻ. ധർമ്മത്തിൻ്റെ ഉപകാരമാണ്, അതായത് ധർമ്മത്തിലൂടെ ഉണ്ടായ നന്മ. അത് സെമി സ്വർഗമാണ്. കാരണം 14 കലയാണല്ലോ. അവിടെ ഇങ്ങനെ ഗ്ലാനിയുടെ കാര്യം ഉണ്ടാകുന്നില്ല. അവർക്ക് ക്ലിയറാക്കി കൊടുക്കൂ. നമ്മൾ എന്തായിക്കൊണ്ടിരിക്കുകയാണ്? നമ്മൾ തന്നെയാണ് നമുക്ക് വേണ്ടി സ്വരാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വത്തിൽ ശാന്തിയുടെ ഒരു സ്വരാജ്യം എല്ലാവരും ആവശ്യപ്പെടുന്നു. അത് നമ്മൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ എക്സിബിഷനും മറ്റും കാണുമ്പോൾ ചിന്ത നടന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ പിന്നെ ഈ കാര്യങ്ങളെല്ലാം മറന്നു പോകും. പക്ഷേ ഇതെല്ലാം ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരിക്കേണ്ടതാണ്. എക്സിബിഷനിൽ നിന്ന് പുറത്തിറങ്ങി കളി കഴിഞ്ഞു, ഇങ്ങനെ പാടില്ല. ആരാണോ പുരുഷാർത്ഥികളായ നല്ല നല്ല കുട്ടികൾ അവരുടെ ബുദ്ധിയിൽ ഇറ്റിറ്റ് വീഴണം. ബാബയ്ക്ക് ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുന്നുവല്ലോ. ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവും ഉണ്ടായിരിക്കുമെങ്കിൽ ബാബയുടെ ഓർമ്മയും നിലനിൽക്കും, ഉന്നതി നേടിക്കൊണ്ടിരിക്കും. അഥവാ സദോ പ്രധാനം ആവുകയില്ലെങ്കിൽ പിന്നെ സത്യയുഗത്തിൽ പോവുകയില്ല. അതിനാൽ സ്വയം തന്നെ ഓർമ്മയുടെ യാത്രയിൽ ഉറപ്പിച്ചു വയ്ക്കണം. നിങ്ങൾ രാജയോഗിയാണ്. നിങ്ങൾക്ക് വലിയ ജടകളുണ്ട്. മഹിമ മുഴുവൻ മാതാക്കളായ നിങ്ങളുടേതാണ്. ജടകളും നാച്ചുറലാണ്. രാജയോഗിയുടെയും യോഗിനിയുടെയും ഈ സത്യസത്യമായ തപസ്യയുടെ രൂപം കാണിക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ബാബ പറയുന്നു, ദേഹത്തിൻ്റെ എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ച് സ്വയം ആത്മാവാണ് എന്ന നിശ്ചയം വരുത്തൂ. മറ്റെല്ലാ ദേഹത്തിൻ്റെ സംബന്ധവും മറ്റും മറക്കൂ. ഒരു ബാബയെ ഓർമ്മിക്കൂ. ആ ഒന്ന് നിങ്ങളെ വളരെയധികം സമ്പന്നമാക്കുന്നു. ജീവിച്ചിരിക്കെ മരിക്കൂ. ബാബ വന്ന് ജീവിച്ചിരിക്കെ മരിക്കാൻ പഠിപ്പിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ കാലന്മാരുടെയും കാലനാണ്. ഒരിക്കലും നിങ്ങളുടെ വാതിൽക്കൽ കാലന് വരാൻ കഴിയാത്ത വിധം നിങ്ങളെ മരിക്കാൻ പഠിപ്പിക്കുന്നു. അവിടെ രാവണ രാജ്യമേയില്ല. സത്യയുഗത്തിൽ ഒരിക്കലും കാലൻ പിടികൂടുന്നില്ല. അതിനെ അമരപുരി എന്ന് പറയുന്നു. ബാബ നിങ്ങളെ അമരപുരിയുടെ അധികാരിയാക്കുന്നു. ഇത് മൃത്യുലോകമാണ്, അത് അമരപുരിയാണ്. ഇത് രാജയോഗമാണ്. നിങ്ങൾ എഴുതൂ, പ്രാചീന ഭാരതത്തിൻ്റെ രാജയോഗം വീണ്ടും പഠിപ്പിക്കപ്പെടുന്നു. ആരാണോ എക്സിബിഷനും മറ്റും കാണുന്നത് അവർ ചിന്തിക്കണം. മനുഷ്യർ ആക്യുറേറ്റായി മനസ്സിലാക്കും വിധം ഇതിൽ മറ്റെന്തുകൂടി ചെയ്യാം? ഇതിൽ പ്രാക്ടിക്കലായി വളരെ നന്നായി മനസ്സിലാക്കിച്ചു കൊടുക്കണം. യഥാ രാജാ റാണി തഥാ പ്രജ എന്നത് ഇതിൽ ഉൾപ്പെടുന്നു. ബാബ എത്ര ക്ലിയറായി മനസ്സിലാക്കിക്കുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. മുഖ്യമായും ഊന്നൽ നൽകേണ്ടത് ഇതിന്മേലാണ്. വിശ്വത്തിൽ പവിത്രതയും സുഖവും ശാന്തിയും എങ്ങനെ സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നു വന്ന് മനസ്സിലാക്കൂ. നിങ്ങൾ തനിക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. എത്ര പ്രയത്നിക്കുന്നുവോ അത്രയും പദവി ലഭിക്കുന്നു. അതും നമ്പർ വൈസാണ്. നമ്പർ വൈസായി എങ്ങനെയാണ് ആകുന്നത് എന്നതും കാണിക്കൂ. പ്രജയെയും കാണിക്കൂ. ധനിക പ്രജ, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് പ്രജയെയും കാണിക്കൂ. ഇങ്ങനെ ആക്യുറേറ്റായി ഉണ്ടാക്കൂ. അതിലൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കണം. പ്രയത്നിക്കുക തന്നെ വേണം. സമയം ബാക്കി കുറച്ചേ ഉള്ളൂ.
ജ്ഞാനം നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. നിങ്ങൾ എക്സിബിഷനിൽ ഇങ്ങനെ മനസ്സിലാക്കിച്ചു കൊടുക്കൂ. അതിലൂടെ മനുഷ്യർ മനസ്സിലാക്കട്ടെ, നമുക്ക് ഒരു ബാബയെ തന്നെയാണ് ഓർമ്മിക്കേണ്ടത്. അപ്പോൾ തന്നെയാണ് നമുക്ക് ഇതാകുവാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഭക്തി മാർഗത്തിലായിരിക്കും വരുന്നത്. നിങ്ങൾ മഹാരഥികളായ കുട്ടികളാണ്. അപ്പോൾ നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിക്കുന്നു. നല്ല നല്ല മെയിൽസുമുണ്ട്. നമ്പർ 1 ആണ് ജഗദീഷ്. മാഗസിൻ ഉണ്ടാക്കുന്നു. ബ്രിജ്മോഹനും എഴുതുന്നതിൻ്റെ നല്ല താല്പര്യമുണ്ട്. ഒരുപക്ഷെ മൂന്നാമതൊരാളും വന്നേക്കാം. ഓരോ കാര്യവും നിങ്ങൾ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കും ദിനം പ്രതിദിനം. ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ആ പരമാത്മാവിൽ ജ്ഞാനം നിറഞ്ഞിരിക്കുകയാണല്ലോ. ഇതുപോലെ ഗീതം കേൾക്കുന്നു, മുഴുവൻ റെക്കോർഡും നിറഞ്ഞിരിക്കുന്നു. ഇതും അങ്ങനെയാണ്. ബാബയുടെ അടുക്കൽ എന്ത് സാധനങ്ങളുണ്ടോ അത് ഡ്രാമയനുസരിച്ച് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇത് കുട്ടികളുടെ ബുദ്ധിയിൽ വന്നുകൊണ്ടേയിരിക്കണം. എന്തെങ്കിലും കാര്യവ്യവഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ, കൈകൾ കൊണ്ട് ഭോജനം തയ്യാറാക്കുകയാണെങ്കിലും ബുദ്ധി ശിവ് ബാബയുടെ അടുക്കലായിരിക്കട്ടെ. ബ്രഹ്മഭോജനവും പവിത്രമായിരിക്കണം. ബ്രഹ്മഭോജനം തന്നെയാണ് ബ്രാഹ്മണരുടെ ഭോജനം. ബ്രാഹ്മണർ എത്രത്തോളം യോഗത്തിലിരുന്നുണ്ടാക്കുന്നോ അത്രയും ആ ഭോജനത്തിൽ ശക്തി വരുന്നു. ദേവതമാരും ബ്രഹ്മഭോജനത്തിൻ്റെ വളരെയധികം മഹിമ ചെയ്യുന്നു എന്ന് പാടപ്പെട്ടിട്ടുണ്ടല്ലോ. അതിലൂടെ ഹൃദയം ശുദ്ധമാകുന്നു. അപ്പോൾ ബ്രാഹ്മണരും ഇങ്ങനെയാകണം. ഇപ്പോഴല്ല. ഇപ്പോൾ അഥവാ ഇങ്ങനെയായെങ്കിൽ നിങ്ങളുടെ വളരെയധികം അഭിവൃദ്ധി ഉണ്ടായേനെ. എന്നാൽ ഡ്രാമയനുസരിച്ച് പതുക്കെ പതുക്കെയാണ് അഭിവൃദ്ധി പ്രാപിക്കേണ്ടത്. നമ്മൾ ബ്രാഹ്മണർ ബാബയുടെ ഓർമ്മയിൽ ഇരുന്നാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്ന് പറയുന്ന ബ്രാഹ്മണരും വരും. ബാബ ചലഞ്ച് ചെയ്യുകയാണല്ലോ. യോഗത്തിലിരുന്ന് ഭോജനം ഉണ്ടാക്കുന്ന ബ്രാഹ്മണർ ഉണ്ടാകണം. ഭോജനം പവിത്രമായിരിക്കണം. വളരെയധികം ഭോജനത്തെ ആശ്രയിച്ചിരിക്കുന്നു. പുറത്ത് കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. അതിനാൽ ഇവിടെ വരുന്നു. കുട്ടികൾ ഭോജനത്തിലൂടെയും റിഫ്രഷ് ആകുന്നു. യോഗമുള്ളവർ ജ്ഞാനിയുമായിരിക്കും. അതിനാൽ അവരെ സർവീസിനും അയക്കുന്നു. വളരെ പേർ പോകും. അപ്പോൾ പിന്നെ ഇവിടെയും ഇങ്ങനെയുള്ള ബ്രാഹ്മണരെ താമസിപ്പിക്കും. അല്ലാത്ത പക്ഷം യോഗയുക്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയും വിധം മഹാരഥികളിൽ നിന്നുള്ളവരും ഭോജനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ദേവതമാരും മനസ്സിലാക്കുന്നു, നമ്മളും ബ്രഹ്മഭോജനം കഴിച്ചാണ് ദേവതയായത്. അപ്പോൾ താല്പര്യത്തോടെ നിങ്ങളുടെ അടുക്കൽ കൂടിക്കാഴ്ചയ്ക്കായി വരുന്നു. എങ്ങനെയാണ് നിങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുന്നത്? ഇതും ഡ്രാമയിലെ യുക്തിയാണ്. സൂക്ഷ്മവതനത്തിൽ അവരും ഇവരും കണ്ടുമുട്ടുന്നു. ഇതും വണ്ടർഫുൾ സാക്ഷാത്കാരമാണ്. വണ്ടർഫുൾ നോളജ് ആണല്ലോ. അപ്പോൾ സാക്ഷാത്കാരവും വണ്ടർഫുള്ളാണ്, അർത്ഥസഹിതം. ഭക്തിമാർഗത്തിൽ സാക്ഷാത്കാരം വളരെ പ്രയത്നത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. നൗധ ഭക്തി ചെയ്യുന്നു കേവലം സാക്ഷാത്കാരത്തിന് വേണ്ടി. സാക്ഷാത്കാരമുണ്ടായെങ്കിൽ നമ്മൾ മുക്തമാകും എന്ന് വിചാരിക്കുന്നു. ഇവർ ഈ പഠനത്തിലൂടെയാണ് ഇങ്ങനെയായത് എന്ന് അവർക്കറിയില്ല. ഇവർ സൂര്യവംശിയും ചന്ദ്രവംശിയും ഈ പഠനത്തിലൂടെയാണ് ആയത്. പിന്നെ ഇവരുടെ അനേകം ചിത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് പോലെ ഒന്നും തന്നെയില്ല. ഇതെല്ലാം ഭക്തിമാർഗത്തിൻ്റെ വിസ്താരമാണ്. വളരെ വലിയ കാര്യവ്യവഹാരമാണ്. ഇപ്പോൾ ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും രഹസ്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് ബാബ തന്നെയാണ് ഇരുന്ന് മനസ്സിലാക്കിക്കുന്നത്. ആ ഒന്ന് സ്പിരിച്വൽ ഫാദറാണ്. ആ ഒന്ന് ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. കൽപ്പകൽപ്പങ്ങളിൽ പഴയ ലോകത്തെ പുതിയതാക്കുന്നു. രാജയോഗം പഠിപ്പിക്കുക എന്നത് ബാബയുടെ തന്നെ കാര്യമാണ്. എന്നാൽ കേവലം ഗീതയിൽ പേര് മാറ്റിയിരിക്കുകയാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇതും കൽപ്പകൽപ്പങ്ങളിലെ കളിയാണ്. നമ്മൾ വീട്ടിൽ നിന്നും ഇവിടെ വരുന്നു പാർട്ട് അഭിനയിക്കുവാൻ. വൃക്ഷത്തിൻ്റെ ഭാഗത്തും ബുദ്ധി പ്രവർത്തിക്കണം. ആരെയെങ്കിലും എങ്ങനെ മനസ്സിലാക്കിച്ചു കൊടുക്കാം? നമ്മളോട് പറയുന്നു, നമ്മൾ സ്വർഗത്തിൽ വരില്ലേ? പറയൂ,
നിങ്ങളുടെ ധർമ്മസ്ഥാപകൻ സ്വർഗത്തിൽ വരുന്നതേയില്ല. അദ്ദേഹം സ്വർഗത്തിൽ വരണം, അപ്പോഴേ നിങ്ങളും വരികയുള്ളൂ. ഓരോ ധർമ്മത്തിനും അവരവരുടേതായ സമയത്ത് പാർട്ടുണ്ട്. ഈ വെറൈറ്റി ധർമ്മങ്ങളുടെ നാടകം ഉണ്ടാക്കപ്പെട്ടതാണ്. മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട കളിയാണ്. ഇതിൽ ഒന്നും പറയേണ്ട ആവശ്യമേയില്ല. മുഖ്യ ധർമ്മങ്ങൾ കാണിച്ചിരിക്കുകയാണ്. ഇത് കുട്ടികൾ അറിയുന്നുണ്ട്. ഈ ചിത്രവും മറ്റും പുതിയതൊന്നുമല്ല. കൽപ്പകൽപ്പങ്ങളിൽ ഇങ്ങനെ കൃത്യമായി തുടർന്നു വരും. വിഘ്നങ്ങളും അനേകം പ്രകാരത്തിലുള്ളവ ഉണ്ടാകുന്നു. അടിവഴക്കുകളുടെയും മറ്റും വിഘ്നം ഉണ്ടാകുന്നുവല്ലോ. കുട്ടികൾക്ക് എത്ര യുക്തിയോടെ മനസ്സിലാക്കിക്കുന്നു. പറയൂ, ഭഗവാനുവാചയാണല്ലോ, കാമം മഹാശത്രുവാണ്. ഇപ്പോൾ ഈ കലിയുഗി ലോകം വിനാശമാകേണ്ടതുണ്ട്. ദേവതാധർമ്മം സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നു. അതിനാൽ ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ പവിത്രമാകൂ, കാമത്തെ ജയിക്കൂ. ഇതിന്മേൽ തന്നെയാണ് വഴക്കുകൾ ഉണ്ടാകുന്നത്. നിങ്ങൾ വലിയവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ഗവർണറിൻ്റെ പേര് കേൾക്കുമ്പോൾ എല്ലാവരും വരും. അതിനാൽ യുക്തി രചിക്കപ്പെടുന്നു. അവരിൽ നിന്നും ആരെങ്കിലും നല്ല രീതിയിൽ മനസ്സിലാക്കിയേക്കാം. വലിയവരുടെ പേര് കേട്ട് അനേകം പേർ വരും. ഏതെങ്കിലും വലിയവരും വന്നേക്കാം. വളരെ പ്രയാസമാണ്. ബാബ എത്ര എഴുതുന്നു. കുട്ടികളെ, ആരെക്കൊണ്ടാണോ ഉദ്ഘാടനം ചെയ്യിക്കുന്നത് അവർക്ക് ആദ്യം തീർച്ചയായും മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ഇങ്ങനെ മനുഷ്യനിൽ നിന്നും ദേവതയാകുവാൻ സാധിക്കും. വിശ്വത്തിൽ ശാന്തി ഉണ്ടാവുക സാധ്യമാണ്. സ്വർഗത്തിൽ തന്നെയാണ് വിശ്വത്തിൽ ശാന്തിയും സുഖവും ഉണ്ടായിരുന്നത്. ഇങ്ങനെയെല്ലാം പ്രഭാഷണം നടത്തൂ. പത്രത്തിൽ ഇടുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ അടുക്കൽ ഇത്ര അനേകം പേർ വരാൻ തുടങ്ങും. അവർ നിങ്ങളെ ഉറങ്ങാൻ പോലും അനുവദിക്കില്ല. ഉറക്കം ത്യജിക്കേണ്ടി വരും. സർവീസിലൂടെ യോഗത്തിലൂടെ ബലവും വരുന്നു. കാരണം നിങ്ങളുടെ സമ്പാദ്യമുണ്ടാകുന്നു. സമ്പാദിക്കുന്നവർക്ക് ഒരിക്കലും കോട്ടുവ വരില്ല, ഉറക്കം തൂങ്ങുകയില്ല. സമ്പാദ്യത്തിലൂടെ വയർ നിറഞ്ഞു, തൃപ്തിയായി, പിന്നെ ഉറക്കം വരുന്നില്ല. റെഗുലർ ആകുന്നത് പോലെ നിങ്ങളും വളരെ വലിയ സമ്പാദ്യം ചെയ്യുന്നു. പാപ്പരാകേണ്ടവർ കോട്ടുവായിടും. നല്ല രീതിയിൽ മനസ്സിലാക്കുന്നവർ ഓർമ്മയിൽ ഇരിക്കുന്നു. അവർക്ക് കോട്ടുവ വരില്ല. അഥവാ മിത്രസമ്പന്തികളുടെയും മറ്റും ഓർമ്മ വരികയാണെങ്കിൽ കോട്ടുവായി വന്നുകൊണ്ടിരിക്കും. ഇത് ലക്ഷണങ്ങളാണ്. സ്വർഗത്തിൽ നിങ്ങൾക്ക് കോട്ടുവ മറ്റും ഒരിക്കലും വരികയില്ല. ബാബയുടെ സമ്പത്ത് നേടി അപ്പോൾ അവിടെ ഉറങ്ങുന്നത്, എഴുന്നേൽക്കുന്നത്, ഇരിക്കുന്നത് എല്ലാം നിയമാനുസൃതം നടക്കുന്നു. ആത്മാവ് ആക്യുറേറ്റ് ലിവറായി മാറുന്നു. ഇപ്പോൾ സിലിണ്ടർ ആയിരിക്കുകയാണ്. അതിനെ ലിവർ ആക്കണം. ലിവറും സിലിണ്ടറും ഘടികാരങ്ങളുടെ പേരാണ്. ചിലർക്ക് ഇങ്ങനെ ആക്കുവാൻ സാധിക്കും, ചിലർക്ക് ആക്കുവാൻ സാധിക്കില്ല. ശരി, മധുരമധുരമായ സിഖിലത്തെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബന്ധനമുക്തം ആകുന്നതിനും തൻ്റെ ഉന്നതി ഉണ്ടാക്കുന്നതിനും വേണ്ടി ബുദ്ധി ജ്ഞാനത്താൽ സദാ നിറച്ചു വയ്ക്കണം. മാസ്റ്റർ ജ്ഞാനസാഗരമായി സ്വദർശന ചക്രധാരിയായി ഓർമ്മയിൽ ഇരിക്കണം. നിദ്രയെ ജയിക്കുന്നവരായി ഓർമ്മയുടെയും സേവനത്തിൻ്റെയും ബലം ശേഖരിക്കണം. സമ്പാദ്യത്തിൽ ഒരിക്കലും അലസത കാണിക്കരുത്, ഉറക്കം തൂങ്ങരുത്. വരദാനം: വിശ്വത്തിൽ ഈശ്വരീയ പരിവാരത്തിൻ്റെ സ്നേഹത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്ന വിശ്വസേവാധാരിയായി ഭവിക്കട്ടെ. വിശ്വസേവാധാരികളായ കുട്ടികളായ നിങ്ങൾ വിശ്വത്തിൽ ഈശ്വരീയ പരിവാരത്തിൻ്റെ സ്നേഹത്തിൻ്റെ വിത്ത് വിതച്ചുകൊണ്ടിരിക്കുന്നു. ആരെങ്കിലും നാസ്തികരായാലും ആസ്തികരായാലും എല്ലാവർക്കും അലൗകികവും ഈശ്വരീയ സ്നേഹത്തിൻ്റെ, നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ അനുഭൂതി ഉണ്ടാക്കിക്കുക തന്നെയാണ് വിത്ത് വിതയ്ക്കുക എന്നത്. ഈ വിത്ത് സ്വതവേ തന്നെ സഹയോഗിയാകുന്നതിൻ്റെ വൃക്ഷം ഉണ്ടാക്കുന്നു. സമയത്തിന്
സഹജയോഗി ആകുന്നതിൻ്റെ ഫലം കാണപ്പെടുകയും ചെയ്യുന്നു. കേവലം ചില ഫലങ്ങൾ പെട്ടെന്ന് വരുന്നു, ചില ഫലങ്ങൾ സമയമാകുമ്പോൾ വരുന്നു. സ്ലോഗൻ: ഭാഗ്യവിധാതാവായ ബാബയെ അറിയുക, തിരിച്ചറിയുക, ആ ഒന്നിൻ്റെ ഡയറക്റ്റ് കുട്ടികളായി മാറുക എന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഓം ശാന്തി. മനസ്സ സേവനത്തിൻ്റെ അഭ്യാസം. പരമധാമത്തിൽ സർവശക്തിവാനായ ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ സ്ഥിതി ശക്തിശാലിയാകുന്നു. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. പരമധാമത്തിൽ ഈ ഉയർന്ന സ്ഥിതിയിലിരുന്ന് വിശ്വത്തിലേക്ക് ലൈറ്റും മൈറ്റും വ്യാപിപ്പിക്കുകയാണ്. പല പല സമസ്യകളുടെ ബന്ധനത്തിൽ, അവയുടെ വിഘ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആത്മാക്കൾക്ക് സഹയോഗം നൽകുന്നതിനു വേണ്ടി ഞാൻ എൻ്റെ അന്തർവാഹക ശരീരത്തിലൂടെ ഈ വിശ്വത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. എന്നിൽ നിന്നും പ്രവഹിക്കുന്ന ഈശ്വരീയ ശക്തി ആ ആത്മാക്കളിൽ പതിക്കട്ടെ. അവരുടെ സമസ്യകൾ പരിഹരിക്കപ്പെടട്ടെ. ഈ ശുഭഭാവനയോടെ, ശുഭകാമനയോടെ ശുദ്ധ വൈബ്രേഷൻസ് അവരിലെ വ്യർത്ഥവും ദുർബലവുമായ സങ്കല്പങ്ങളെ പരിവർത്തനപ്പെടുത്തട്ടെ. ഈ ശുദ്ധ വൈബ്രേഷൻ അവരിൽ പതിക്കുമ്പോൾ അവർക്ക് ശ്രേഷ്ഠ ആത്മാവാകണമെന്നുള്ള ഒരു അലൗകിക പ്രേരണ അവരുടെ ഉള്ളിൽ നിന്നും ഉണർന്നു വരികയാണ്. ഈ അലൗകിക ഈശ്വരീയ ശക്തി ആ ആത്മാക്കളിൽ നിറയുമ്പോൾ അവർ പ്രസന്നചിത്തരായി മാറുന്നു.